നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് തെങ്ങണാൽ ശ്രീ മഹാദേവർ ക്ഷേത്രം. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്ന് കരുതിപ്പോരുന്നു. ഈ ക്ഷേത്രത്തിൽ ശിവൻ പാർവതി സമേതനായി സൗമ്യരൂപനായി കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം. കാലാകാലങ്ങളായി മഹാശിവരാത്രിയാണ് ഉത്സവമായി കൊണ്ടാടി വരുന്നത്. എന്നാൽ 1991 കൊടിമരം പണിതതോടുകൂടി ചിങ്ങമാസത്തിലെ തിരുവാതിര കൊടിയേറി 10 ദിവസം ഉത്സവം നടത്തിവരുന്നു. കൂടാതെ ശിവരാത്രി പൂജയും എല്ലാ പ്രദോഷത്തിലും ആയില്യത്തിലും പ്രത്യേക പൂജകളും തിങ്കളാഴ്ച ദിവസം ഉമാമഹേശ്വര പൂജയും നടത്തിവരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ് തെങ്ങണാൽ ശ്രീ മഹാദേവർ ക്ഷേത്രം. ചങ്ങനാശ്ശേരിയിൽ നിന്നും വാഴൂർ റോഡിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചും കോട്ടയം ഭാഗത്തുനിന്ന് പുതുപ്പള്ളി ഞാലിയാകുഴി വഴിയും തിരുവല്ല ഭാഗത്തുനിന്ന് പായിപ്പാട് കുന്നുംപുറം വഴിയും കുമളി ഭാഗത്തുനിന്നും പൊൻകുന്നം കറുകച്ചാൽ വഴിയും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ആധികാരിക റെക്കോർഡുകൾ ലഭ്യമല്ല. ഈ ക്ഷേത്രത്തിൻ്റെ നവോത്ഥാനത്തിനും പുനർനിർമ്മാണത്തിലും ശ്രദ്ധ പതിപ്പിച്ചത് തെങ്ങണാൽ ശ്രീമാൻ രാമക്കുറുപ്പ് അവറുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭക്തജനങ്ങൾ ഒറ്റ മനസ്സോടെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ എം ഭാസ്കരൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയതോടുകൂടിയാണ് ഈ ക്ഷേത്രം പ്രശസ്തമായത്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ പങ്കുചേരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിന് ചുറ്റും വനമായിരുന്നു എന്ന് പറയപ്പെടുന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ ക്ഷേത്രം നിലകൊണ്ടു പോകുന്നു.